നമസ്തേ. അമ്മേ നാരായണ. നാളികേരം അല്ലെങ്കിൽ തേങ്ങ എപ്പോഴും നമുക്ക് ഏത് ശുഭകാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതിക്ക് ഒരു നാളികേരം ഉടച്ചേക്കാം. അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ വീട് പണിയുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ കല്ലിട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു നാളികേരം പൊട്ടിച്ച് നോക്കും. ഒരു തേങ്ങ ഉടച്ചിട്ട് ആ നാളികേരം ഉടയ്ക്കുന്നത് നോക്കിയിട്ട് ഫലം പറയും. അപ്പം എന്താണ് ഈ നാളികേരത്തിന് ഇത്രയും പ്രാധാന്യം? ആ ഉടച്ച് നാളികേരത്തിൻ്റെ മുറിയിൽ കുറച്ചുകൂടെ വെള്ളം രണ്ടിലും ഒഴിച്ചിട്ട് അതിൽ രണ്ട് മുറിയിലും ഇങ്ങനെ നിവർത്തി വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെത്തിപ്പൂവിൻ്റെ ഇതളിട്ട് നോക്കും. എന്നിട്ട് അത് ഏത് രാശിയിലേക്ക് അടുക്കണമെന്ന് നോക്കിയിട്ടാണ് പണ്ടൊക്കെ ആ വീട് കല്ലിടുമ്പോഴേ പറയും എത്ര മാസം കൊണ്ട് വീടിൻ്റെ പണി പൂർത്തിയാകും ഇന്നതാണെന്ന്. പക്ഷെ പൊട്ടിക്കുമ്പോഴേക്കോ ചീളോ കൂളോ ഒക്കെ തെറിച്ചു പോയാൽ ചിരട്ട തെറിക്കുക, അതുപോലെ തേങ്ങ തെറിക്കുക, നേരെ പൊട്ടാതിരിക്കുക, കണ്ണുഭാഗം പൊട്ടുകയൊക്കെ ചെയ്താൽ ചില ലക്ഷണങ്ങൾ പറയും. ഈ ചെത്തിപ്പൂ ചെന്ന് അടുക്കും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാ ഗ്രഹനാഥനെ കൊണ്ടിടും, ഒന്നാ ആശാരി ഇടും. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൂവ് ഇങ്ങനെ കറങ്ങി 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 ഒരു രാശിയിൽ വന്ന് അടുക്കും. അപ്പോൾ പറയും മേടൻ രാശിയാണ്, ഉത്തമമാണ്, ഇടവാണ് കേട്ടോ ഒരിത്തിരി. അങ്ങനെ ഓരോ രാശിയുടെയും വച്ചിട്ട് ഗുണഫലങ്ങൾ പറയും. മേടൻ രാശിയാണെങ്കിലും തുലാരാശിയാണെങ്കിലും അതുപോലെ തന്നെ മകരൻ രാശിയൊക്കെ ആണെങ്കിൽ ശുഭഫലങ്ങളാണ് പറയുക. ചിങ്ങൻ രാശിയാണെങ്കിലും ശുഭഫലമാണ്. മറ്റ് രാശികളൊക്കെ ആണെങ്കിൽ പറയും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ എന്ന്. അപ്പം തന്നെ ഈ മുത്തശ്ശേരി കല്ലിടാൻ വരുന്നയാൾ പറയും, സ്ഥാനി പറയും. അപ്പം അത് കല്ലിടിൻ്റെ ബലപണിയുടെ ഒക്കെ കാര്യം. നമ്മൾ ഈ ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഓരോരുത്തരും ചാക്ക് കണക്കിനാണ് നാളികേരം ഉടയ്ക്കുന്നത്. തലക്കൊഴിഞ്ഞടിക്കും, പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ 51 നാളികേരം അടിച്ചേക്കാൻ പോണ കാര്യം ഒന്ന് സാധിച്ചു കിട്ടണേ. അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാളികേരം ഉടയ്ക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞു വച്ചിരിക്കുന്ന അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ്സിനെയും, അതായത് നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേർന്ന എല്ലാ ദൃഷ്ടിദോഷങ്ങളും, എല്ലാ ദോഷങ്ങളെയും നമ്മളുടെ അഹങ്കാരത്തെയും നമ്മളുടെ ഗർവിനെയും ഒക്കെ ഞാൻ എന്ന ഭാവത്തെ ഭഗവാന്റെ മുന്നിൽ അടിച്ച് തെറിപ്പിക്കുകയാണ്. ആ നാളികേരത്തിൻ്റെ കട്ടിയുള്ള തോട് നമ്മുടെ അഹങ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന പറയുന്നത്, നമ്മളിലെ ഞാൻ എന്ന ഭാവത്തെ അത് കളഞ്ഞാൽ അതിൽ മൃദുഭാവം വരുമ്പോഴേക്കും നമ്മുടെ ദോഷങ്ങളെല്ലാം മാറി നമ്മൾ തെളിയും. അപ്പോൾ ഒരു വലിയ കാര്യമൊക്കെ സാധിക്കാൻ നമുക്ക് ഇത്ര നാളികേരം ഉടയ്ക്കാം എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ്. ഒരു നാളികേരം ഉടച്ചാലും അത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത്രയും നാളികേരം അല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കുന്ന പഴവങ്ങാടിയിലാണെങ്കിലും എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലാണ്, പിന്നെ അതുപോലെ ചൊവ്വാഴ്ചയുള്ള സിദ്ധി ഗണപതിക്കൊക്കെ ആണെങ്കിലും ഒക്കെ നാളികേരം ഉടയ്ക്കുന്നതിന് ഓരോരോ കാര്യമുണ്ട് വീടുകളിൽ. ഇനി മരിച്ച സ്ഥലത്ത് ബോഡി കൊണ്ടുവന്ന് കിടത്തിയാൽ ഉടനെ തന്നെ ഹൈന്ദവരുടെ വീട്ടിലാണെങ്കിൽ നാളികേരം പൊട്ടിച്ച് ഇങ്ങനെ നിവർത്തി വയ്ക്കും. എന്നിട്ട് അതിൽ കിഴിയിട്ട് വയ്ക്കും. എന്താണ്? ആ പ്രദേശത്തുള്ള ആ ബോഡിയിലെയും ആ പ്രദേശത്തുമുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ ആ നാളികേര ദീപത്തിന് മാറ്റാൻ കഴിയുമെന്നാണ് കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല ഐശ്വര്യം നിലനിർത്തി കൊണ്ടുപോകാനാണ് മരിച്ച് അവിടെ ആ ബോഡി കിടക്കുന്നതിൻ്റെ അടുത്ത് നാളികേര ദീപം വയ്ക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് നാളികേരം പൊട്ടിച്ചിങ്ങനെ നിവർത്തി വയ്ക്കാൻ പാടില്ല. ആ തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കാനേ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കാനേ പാടുള്ളൂ. ദേവതകളെ നമ്മൾ ഒരു ചൈതന്യത്തിനെ നമ്മൾ നാളികേര ദീപം കൊണ്ടാണ് ചൈതന്യത്തെ ഒഴിയുന്ന വഹിക്കുമ്പോൾ അത്രയും ശക്തിയാണ് കിട്ടുന്നത്. ഈ നാളികേരത്തെക്കുറിച്ച് ഒരു കഥ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് തേങ്ങയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. നമുക്കെല്ലാം പരിചയമുള്ള വിശ്വാമിത്ര മഹർഷി അറിയാമല്ലോ. വിശ്വാമിത്ര മഹർഷിയുടെ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും മഹർഷിമാരെന്ന് പറയുമ്പോൾ തന്നെ, ഋഷിമാരെന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും തപസ് ചെയ്യുന്നവരാണ്. ഒരു പകലൊക്കെ തപസ് ചെയ്തതിന് ശേഷം രാവിലെ വൈകുന്നേരം ആകുമ്പോൾ ഭിക്ഷ എടുത്ത് ജീവിതം കഴിക്കുന്നവരാണ്. അങ്ങനെ ഇങ്ങനെ തപസ് ചെയ്തിരുന്നു. ഇങ്ങനെ തപസ് തീർന്ന് ഭക്ഷണത്തിന് നോക്കും. ഇത് മുറിക്കുന്നതിന് തപസ് തീർക്കുന്നതിന് നോക്കുമ്പോൾ അവിടെ ആ പ്രദേശം മുഴുവനും വരൾച്ച ബാധിച്ചിരുന്നു. ആ വരൾച്ചയും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചു. ഇത് തീർന്നു, എനിക്ക് ഒരിത്തിരി വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും സത്യവ്രതൻ എന്ന സൂര്യവംശനായ ഒരു രാജാവ് അദ്ദേഹം വേഗം അദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു.
അപ്പോൾ ശരി, എനിക്ക് ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കെല്ലാം എത്തിച്ചു തന്ന അവിടേക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എനിക്ക് എൻ്റെ മരണശേഷം എനിക്ക് സ്വർഗത്തിലെത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ചോദിച്ചതല്ലേ, അങ്ങോട്ട് ചോദിച്ചാണ് എന്താണ് വേണ്ടതെന്ന്. അപ്പം പിന്നെ വരം കൊടുത്തേ പറ്റും. അപ്പോൾ ശരി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വരം കൊടുത്തു. സൂര്യവംശത്തിലെ രാജാവായിരുന്നു. മരണം കഴിഞ്ഞ് അവിടെ നേരെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ അധിപനായ ഇന്ദ്രൻ പറഞ്ഞ്, അയ്യോ നാഗലോകത്തിൻ്റെ അധിപനാണല്ലോ, ഇങ്ങോട്ട് കയറാൻ പാടില്ല, ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് പുറകെ വിട്ടു. അപ്പം വിശ്വാമിത്ര മഹർഷിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് വെളിയിൽ സ്വീകരിക്കാൻ പറ്റില്ല, ഭൂമിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ഒരു സ്വർഗം നിർമ്മിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് ആ സ്വർഗത്തിൽ അദ്ദേഹത്തിന് അവിടെ സത്യവ്രതന് അവിടെ ആത്മാവിന് അവിടെ സ്ഥാനം കൊടുത്തു എന്നാണ് പറയുന്നത്. അതാണ് ത്രിശങ്കു സ്വർഗം. ഇങ്ങോട്ട് താഴോട്ട് വരാനും പാടില്ല, മുകളിലേക്ക് പോയാൽ അവിടെ സ്വീകരിക്കുകയില്ല. അങ്ങനെ ത്രിശങ്കു സ്വർഗം നിർത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം കൊണ്ട് എല്ലാ കാലവും ഇത് നിലനിർത്താൻ പറ്റിയില്ല. അപ്പോൾ ഇത് താഴോട്ട് പോരാതിരിക്കാൻ ഒരു വലിയ മരത്തെ താങ്ങായി നിർത്തി എന്ന് പറയുന്നത്. ആ മരമാണത്രേ തേങ്ങ. പിന്നീട് സത്യവ്രതൻ തേങ്ങയായി മാറി എന്നാണ്. തെങ്ങും തേങ്ങയുമായി മാറി. ആ മരം തെങ്ങും സത്യവ്രതൻ രാജാവ് തേങ്ങയുമായി മാറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ശിവന്റെ പ്രതീകമായിട്ട് മുക്കണ്ണുള്ളത് കൊണ്ട് ശിവന്റെ പ്രതീകമായിട്ടും ഇതിനെ നമ്മൾ നാളികേരത്തെ കാണാറുണ്ട്. എന്തായാലും നാളികേരം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു വലിയ സത്യമാണ്. എന്ത് ദൃഷ്ടിദോഷം ഉണ്ടെങ്കിലും നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഗണപതിക്കടിച്ചാലും റോഡിലടിച്ചു പൊട്ടിച്ചാലും ഭയങ്കര ഫലമാണ്. മുട്ടറക്കൽ എന്ന് പറയുന്നൊരു വഴിപാട് തന്നെയുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കാടാമ്പുഴയിൽ മുട്ടറക്കലുണ്ട്. ഞാങ്ങാട്ടി എന്ന് പറഞ്ഞാൽ പട്ടാമ്പിക്കടുത്തൊരു ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രമാണ്, അവിടെ മുട്ടറക്കലുണ്ട്. വെളുത്താട്ട് വടക്കൻ ചൊവ്വ ക്ഷേത്രത്തിലുണ്ട്. മുട്ടറക്കൽ എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടങ്ങളെ എന്താണെന്ന് അപ്പം തന്നെ ആ നാളികേരം ഉടച്ചാൽ അപ്പം തന്നെ അറിയാൻ പറ്റും. ദോഷമുണ്ടോ ഇല്ലയോ എന്ന്. കണ്ണിക്കൂടെ പൊട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ പറയും, വീണ്ടും അടുത്ത നാളികേരം കൊണ്ടാൻ പറയും. അങ്ങനെയാണ്. അപ്പം നാളികേരം വളരെ സത്യമുള്ളതാണ്. തോട് മായയും അതിൻ്റെ ഉൾഭാഗം സത്യമുള്ളതുമാണെന്നാണ് പറയുന്നത്. ഇപ്പം ശബരിമലയ്ക്ക് പോകുമ്പോൾ ഓരോയിടത്തും നാളികേരം അടിച്ചിട്ടാണ് പോകുന്നത്. മാല ഇടുമ്പോൾ നാളികേരം അടിക്കും, കയറ്റുമ്പോൾ നാളികേരം അടിക്കും. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും നാളികേരം. അതുപോലെ അതിൽ നെയ്യ് നിറച്ച് കൊണ്ടുപോയിട്ട് അവിടുത്തെ ആഴിയിൽ സമർപ്പിക്കുകയാണത്രേ. അപ്പം നമ്മളിലുള്ള എല്ലാ ദോഷങ്ങളും അവിടെ ആഴിയിൽ സമർപ്പിക്കുക എന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ നാളികേരത്തിന് വേറെയുമുണ്ട്. അതിൽ നാളികേരത്തിന് ഒരു ശരിക്കും പറഞ്ഞാൽ നാളികേരം കരിക്കാവുമ്പോൾ എല്ലാ അഭിഷേകങ്ങൾക്കും ഉപയോഗിക്കും. അതിൻ്റെ മൂട് ചെത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് മധുവായിട്ടും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ദേവതകളുടെയും നാഗദേവതകളുടെയൊക്കെ പാനീയമാണ്. പക്ഷെ അവിടെയൊക്കെ കഴുത്താണ് വെട്ടുക. വല്ലപ്പോഴും ഒരിക്കൽ മൂട് വെട്ടിയാൽ അത് ശാക്തേയ കർമ്മങ്ങളായിട്ടും മാറും. അപ്പം നാളികേരമായിക്കോട്ടെ കരിക്കായിക്കോട്ടെ ഇതിനൊക്കെ ഒരുപാട് സത്യം. ഓരോ ഫലത്തിൻ്റെ പിന്നിലും ഇതുപോലെ ഓരോരോ കഥയുണ്ടാകും. അപ്പം നാളികേരം വളരെ വിശിഷ്ടമാണ്. അതിൻ്റെ പുറംതോട് മനുഷ്യനിലെ മായയും അല്ലെങ്കിൽ അഹങ്കാരവും ഗർവവുമാണ്. അതിനകത്തുള്ളത് സത്യമാണ്. അപ്പം നമ്മളിലുള്ള ദോഷങ്ങളെല്ലാം മാറ്റാൻ ഒരു നാളികേരം ഒഴിഞ്ഞ് തറയ്ക്കടിച്ച് അല്ലെങ്കിൽ ഗണപതിക്ക് അടിച്ച് കഴിയുമ്പോൾ എല്ലാ ദോഷവും തീരുമെന്നുള്ളത് സത്യമാണ്. എന്തായാലും എല്ലാവരും ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അറിവ് തന്നെയാണ്. ഓരോ അറിവും നമ്മളുടെ പൂർവികർ നമുക്ക് നൽകിയ സംഭാവനകളാണ്. നമുക്ക് നമ്മുടെ പൂർവികരെ സ്മരിക്കാം. നന്ദി, നമസ്കാരം.